ഇഷ്ടം പോലെ മാങ്ങകൾ, അത് ചക്കരമാങ്ങയും നാട്ടുമാവും ഒക്കെ കുലകുലയായിട്ട് കായ്ക്കുന്ന സമയമാണ് വിഷുക്കാലവും ഈസ്റ്റർ കാലവും ഒക്കെ. നമ്മുടെ തന്നെ മുറ്റത്ത് നിൽക്കുന്ന കുലകുലയായിട്ട് നിൽക്കുന്ന ആ മാവിൽ നിന്ന് പൊട്ടിച്ചെടുത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ കൊണ്ടുള്ള കടുക് മാങ്ങ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യാനും മറക്കരുത്. എങ്കിലേ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഈ മാങ്ങയൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരിഞ്ഞിരിക്കുന്നത് കണ്ടോ? പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അരിയാം, പക്ഷെ ഒരുപാട് വലുതായിട്ട് അരിയാതിരിക്കുന്നതാണ് നല്ലത്. ആദ്യം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് നമുക്ക് കുറച്ച് ഒരു ഉപ്പിട്ടൊന്ന് തിരുമ്മി വെക്കണം. അത് മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ഉപ്പിടാൻ. പിന്നീട് അതിലേക്ക് കായം. ചിലർ ഉപ്പ് മാത്രമേ പുരട്ടി വെക്കാറുള്ളൂ, പക്ഷെങ്കിൽ കുറച്ച് കായം കൂടെ നമ്മൾ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ കായത്തിൻ്റെ ഒരു നല്ല ഫ്ലേവറും കൂടെ പിടിക്കും. അതുകൊണ്ടാണ് കായം കൂടെ ചേർക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുതരുന്നു. പിന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് നല്ലത്. വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. അതുപോലെ തന്നെ ഈ മാങ്ങ അരിയുന്നതിന് മുമ്പ് നമ്മൾ മാങ്ങ തോടോടുകൂടെ കഴുകിയതിന് ശേഷം നന്നായിട്ട് തുവർത്തിയിട്ട് വെള്ളമില്ലാതെ വേണം അരിഞ്ഞു വെക്കാൻ. കാര്യം ഈ മാങ്ങ ഇട്ട് ഇളക്കി കടുക് മാങ്ങ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളം ഉണ്ടായാൽ നമ്മുടെ പിക്കിൾ അഴുക്കായി പോവും വേഗം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. മാങ്ങയ്ക്കകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അതൊരു 1/2-3/4 മണിക്കൂറെങ്കിലും മിനിമം ഇരിക്കണം. അപ്പം നമുക്കിനിയും പാത്രം വയ്ക്കാം. പാത്രം ചൂടാകുന്ന ഉടനെ നല്ലെണ്ണ ഒഴിക്കാം, അതായത് എള്ളെണ്ണയോ കടുകെണ്ണയോ ആണ് അച്ചാറിടാൻ എപ്പോഴും നല്ലത്. എണ്ണ ചൂടായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കടുകിടാം. കുറച്ച് കടുക് ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. കാര്യം നമുക്ക് പിന്നീട് കടുക് ചതച്ചത് ചേർക്കണം. അതിനോടൊപ്പം തന്നെ ഉലുവ, വെളുത്തുള്ളി ഇടാം. അച്ചാറിനകത്ത് വെളുത്തുള്ളി നല്ലതാണ്. വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേന് നമുക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇടാം. ഇതൊന്ന് മൂക്കട്ടെ. അത് മൂത്ത് വരുമ്പോഴത്തേന് 1-2-3 വറ്റൽമുളക്, കറിവേപ്പില ഒന്ന് മൂപ്പിക്കണം. അത് തീ കുറച്ച് വേണം ചെയ്യാൻ, കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് നമുക്ക് അല്പം കായം കൂടി ഇടാം. നമ്മൾ മാങ്ങയ്ക്കകത്തും കായം ചേർത്തിട്ടുണ്ട്. കായം ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. ഇനി ഓപ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ വേണ്ട എന്നും വെക്കാം. ഉപ്പിലിട്ട മാങ്ങ ഇവിടെ ഇരിപ്പുണ്ട്. അതിനിതാ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. പൊടി ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ മാങ്ങയിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി ഇട്ട് കഴിഞ്ഞാൽ പൊടി അങ്ങ് വെന്തു പോകും, അല്ലെങ്കിൽ വറുത്തു പോകും. വേറെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ കടുക് മാങ്ങ ഒരുപാട് നീണ്ടുപോകും. ഇനിയും ഈ വെള്ളത്തിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഇത് കാശ്മീരി ചില്ലി പൗഡറും അല്ലാത്ത ചില്ലി പൗഡറും കൂടെ മിക്സാണ്. മഞ്ഞൾപ്പൊടി. ഇതൊന്ന് നന്നായിട്ട് വഴലണം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടാം. ഇപ്പം ഈ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് തീ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം വേണം മാങ്ങ ഇതിലേക്ക് ചേർക്കാൻ. അപ്പോൾ ഈ അരപ്പൊന്ന് തണുക്കും. ഈ അരപ്പ് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ മാങ്ങ ഇതിനകത്തേക്ക് ഇടാം. ഇഷ്ടംപോലെ മാങ്ങയുള്ള സമയമല്ലേ. ചക്കയ്ക്കും ചോറിനും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണല്ലോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. ഇത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞാലെന്ന് വെച്ചാൽ പെട്ടെന്ന് അതങ്ങ് അലിയുകയും ചെയ്യും. അതുപോലെ തന്നെ അരപ്പ് നല്ലതുപോലെ, മസാല നല്ലപോലെ അതേ പിടിക്കുകയും ചെയ്യും. ഇനിയാണ് ഇതിൻ്റെ പ്രത്യേക സീസണിങ്. കടുക് പൊടിച്ചതാണിത്, ചതച്ചത്. അപ്പോൾ നമ്മുടെ കടുക് മാങ്ങ റെഡിയാണ്. ഇത് കുറച്ചു നേരം കൂടി ഇരിക്കുന്ന ഉടനെ മാങ്ങയ്ക്കകത്തു നിന്ന് പിന്നെയും വെള്ളം ഇറങ്ങി കുറച്ചുകൂടെ ലൂസാകും. വിനെഗിരി ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർക്കാറില്ല. അപ്പോൾ നമ്മുടെ കടുക് മാങ്ങ റെഡിയാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെയ്തു നോക്കണം. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, കറക്ഷൻസ്, സജഷൻസ് ഇതെല്ലാം കമൻറ്റ്സ് ബോക്സിൽ പോസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു വിഭവമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്.